ഇടതുപക്ഷ സർക്കാരിന്റെ നേട്ടങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഉത്തരവാണ് പുറത്തു വന്നിരിക്കുന്നത്. ജാതിമത പ്രചാരണങ്ങളെ ഏറ്റവും കൂടുതൽ എതിർക്കുന്നതും അതിനെതിരെ ശബ്ദമുയർത്തുന്നതും ഇടതു സർക്കാരാണ്. വർഷങ്ങൾക്ക് മുൻപ് ജാതി വിവേചനത്തിനെതിരെയെല്ലാം സമരങ്ങൾ നടന്നിട്ടുണ്ട്. എന്നാൽ പിന്നോക്ക വിഭാഗങ്ങളെ അടിച്ചാക്ഷേപിക്കുന്നത് ഈ പതിറ്റാണ്ട് കാലത്തും കുറഞ്ഞിട്ടില്ല. പതിറ്റാണ്ടുകൾ മുൻപുള്ള സന്ദർഭങ്ങളല്ല ഇപ്പോഴെങ്കിലും ജാതി വിവേചനം ഇപ്പോഴും തുടരുന്നുണ്ട്. പ്രത്യക്ഷമായി ഇല്ലെങ്കിൽ കൂടി പരോക്ഷമായി വിവേചനമുണ്ട്. അത് ചിലപ്പോൾ ഒരു വാക്കാവാം, അതല്ലെങ്കിൽ ഒരു പ്രവൃത്തിയാകാം. അങ്ങനെ ജനങ്ങളെ മാറ്റി നിർത്തുന്ന തരത്തിലുള്ള ഒരു വാക്കാണ് ഇന്ന് സമൂഹത്തിൽ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നത്. ആ ഒരു വാക്കിനെ എടുത്തു കളഞ്ഞിരിക്കുകയാണ് ഇടതുപക്ഷ സർക്കാർ. സിനിമയെ വെല്ലുന്ന രംഗങ്ങളാണ് ഇപ്പോൾ കെ രാധാകൃഷ്ണൻ കാഴ്ചവെച്ചിരിക്കുന്നത്. പറഞ്ഞു വരുന്നത് മറ്റൊന്നുമല്ല, കോളനി എന്ന പേര് ഒഴിവാക്കി ഉത്തരവിട്ട ശേഷം അദ്ദേഹം മുഖ്യമന്ത്രിക്ക് രാജി സമർപ്പിച്ചു. മന്ത്രിസ്ഥാനം ഒഴിയുന്നതിന് മുൻപ് തന്നെ ഏറ്റവും വലിയ ഒരു ജാതി വിവേചനത്തെ ഇല്ലാതാക്കിയിരിക്കുകയാണ് അദ്ദേഹം. ജനങ്ങളെ പരസ്പരം വിദ്വേഷത്തിലേക്ക് നയിക്കുന്ന ആ ഒരു വാക്ക് ഇനിയില്ല. സമൂഹ മാധ്യമങ്ങളിൽ പോലും കോളനി എന്ന വാക്ക് ഉപയോഗിച്ചുകൊണ്ട് വീഡിയോകൾ ചെയ്യുന്നതും ആക്ഷേപിക്കുന്നതും കാണാവുന്നതാണ്. ഒരു സമൂഹത്തെ മുഴുവനായും അടിച്ചാക്ഷേപിക്കുന്ന പ്രവണതയാണ് കണ്ടുവരുന്നത്. ഇതിനെതിരെ ശക്തമായ നിലപാടാണ് സർക്കാർ ഇപ്പോൾ സ്വീകരിച്ചിരിക്കുന്നത്. ഒരു വിഭാഗത്തിനെയും ഒരു മനുഷ്യനെയും ഇത്തരം ഒരു വാക്കുകൊണ്ട് ആക്ഷേപിക്കരുത്. ഇനി അങ്ങനെ ആക്ഷേപിക്കാനും സാധിക്കുകയില്ല. പട്ടിക വിഭാഗക്കാർ കൂടുതലായി താമസിക്കുന്ന മേഖലകളെ കോളനി, സങ്കേതം, ഊര് എന്നീ പേരുകളിലാണ് അഭിസംബോധന ചെയ്യുന്നത്. എന്നാൽ ഇത്തരം പേരുകൾ ഉപയോഗിക്കുന്നത് ജനങ്ങൾക്കിടയിൽ അവമതിപ്പുണ്ടാക്കുകയും ഒരു വിഭാഗത്തെ മാറ്റി നിർത്തുകയും ആക്ഷേപിക്കുന്നതിനും തുല്യമാണ്. അതിനാൽ തന്നെ ഈ പേരുകൾക്ക് പകരം നഗർ, ഉന്നതി, പ്രകൃതി എന്നീ പേരുകളിൽ മാത്രമേ അഭിസംബോധന ചെയ്യാവൂ. ഓരോ സ്ഥലത്തും പ്രാദേശികമായി താരതമ്യമുള്ള പേരുകൾ തെരഞ്ഞെടുക്കാവുന്നതാണെന്നും ഉത്തരവിൽ പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഇത്തരം പ്രദേശങ്ങളിൽ വ്യക്തികളുടെ പേരുകൾ നൽകുന്നത് തർക്കത്തിലേക്ക് നയിക്കുന്നുണ്ട്. അതിനാൽ തന്നെ അത്തരം പേരുകൾ ഒഴിവാക്കണമെന്നും ഉത്തരവിൽ കൃത്യമായി പറയുന്നു.